നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മാഹാത്മ്യം 300th day. Today 71st sloka of 4th chapter. For details please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മാഹാത്മ്യം 300ാമത്തെ ദിവസം. ഇന്ന് 4ാമത്തെ അധ്യായത്തിലെ 71ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ ഭൃതാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 4ാമത്തെ അധ്യായത്തിലെ 71ാമത്തെ ശ്ലോകം. തദ്പിതാ കൃപണപ്രോചേദനഹീനോരുരോധഃ വന്ദ്യത്വം തു സമീചീനം കുപുത്രോ ദുഃഖദായക. തദ്പിതാ കൃപണപ്രോചേദനഹീനോരുരോധഃ വന്ദ്യത്വം തു സമീചീനം കുപുത്രോ ദുഃഖദായക. ഓം തത്സത്. അവൻ്റെ പിതാവ്, അതായത് ദുന്ദുകാരിയുടെ പിതാവായ ആത്മദേവൻ ധനഹീനനും ദുഃഖിതനുമായിട്ട് ഇപ്രകാരം പറഞ്ഞു. ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. രുരോധഃ, കരഞ്ഞുകൊണ്ട് പറഞ്ഞു. പ്രസവിക്കാതിരിക്കുന്നത് തന്നെയാണ് കഷ്ടം, അല്ലയോ കഷ്ടം. പ്രസവിക്കാതിരിക്കുന്നത് തന്നെയാണ് വളരെ നല്ലത്. പ്രസവിച്ച് ഉണ്ടാകുന്നത് കുപുത്രനാണെങ്കിൽ അത് ഏറ്റവും ദുഃഖദായകമാണ്. അങ്ങനെ ഒരു മോശമായ മോശ സ്വഭാവമുള്ള പുത്രൻ ഉണ്ടാകുന്നതിനേക്കാൾ എത്രയോ നല്ലത് വന്ധ്യത്വമാണ്, പുത്രനില്ലാതിരിക്കുന്നതാണ്, പ്രസവിക്കാതിരിക്കുന്നതാണ് എന്നാണ് ആത്മദേവൻ ഇപ്പോൾ പറയുന്നത്. ആ സന്യാസി നിനക്ക് പുത്രനുണ്ടാകുവാനുള്ള യോഗമില്ല എന്ന് പറഞ്ഞിട്ടും പുത്രനുണ്ടായാലേ പറ്റൂ, പുത്രനുണ്ടായാലേ ജന്മസായുജ്യമുണ്ടാകൂ എന്ന് പറഞ്ഞ ആത്മദേവനാണ് ഇപ്പോൾ പറയുന്നത്. നല്ല പുത്രന്മാർ ജനിക്കുന്നില്ലെങ്കിൽ പുത്രന്മാർ ഉണ്ടാകാത്തതാണ് നല്ലത്. കുപുത്രന്മാർ ഉണ്ടാകുന്നതിനേക്കാൾ എത്രയോ ഭേദം പുത്രന്മാരില്ലാതിരിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉച്ചത്തിൽ വാവിട്ട് കരഞ്ഞുകൊണ്ട് പറയുകയാണ്. വളരെ ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് കഷ്ടം കഷ്ടം, ഇങ്ങനെയൊരു പുത്രനുണ്ടായല്ലോ, ഇങ്ങനെയൊരു മോശം പുത്രൻ ഉണ്ടാവുന്നതിനേക്കാൾ എത്രയോ നല്ലത് പുത്രന്മാരില്ലാതിരിക്കുന്നതാണ് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. തത്പിതാ കൃപണപ്രോചൈർ ധനഹീനോരുരോധഃ വന്ദ്യത്വം തു സമീചീനം കുപുത്രോ ദുഃഖദായക. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി ഗുഡ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ നന്മയും ഉണ്ടാകട്ടെ.